ഈ ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ എടുക്കുന്നുണ്ട്. അതൊന്നങ്ങ് വറുത്തെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കല്ല, പാൻ ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ കയ്യിൽ ബദാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 3-4 അതോടെ ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, കുഴപ്പമില്ല. രണ്ടും കൂടെ നന്നായിട്ട് വറുത്ത് പൊടിച്ചൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൊടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ പാൻ തന്നെ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, മിൽക്ക് പൗഡർ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വളരെ ചെറിയ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പാൽപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3-4 സെക്കൻഡ് ഒന്നങ്ങ് വറുത്തെടുത്താൽ മതി, ഒരുപാട് സമയം വേണ്ട. ഇനി ഇതിലേക്കൊരു 1/4 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ച് ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചൊന്നങ്ങ് മിക്സ് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ ഒന്നിച്ചിങ്ങനെ കുഴച്ചെടുക്കാൻ പാകത്തിനായി വരണം. മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞ് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവത്തിലാകും. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പാൽപ്പൊടിയിലേക്ക് ഏലക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്യൂവിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ ഒരു കാഷ്യൂവിൻ്റെ പൊടി നിങ്ങൾ പാൽപ്പൊടി ചേർക്കുന്ന ആ സമയമുണ്ടല്ലോ പാനിലേക്ക്, ആ സമയത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയി. ഇങ്ങനെ ചേർത്താലും കുഴപ്പമില്ല, മിക്സ് ചെയ്തെടുക്കാം. പക്ഷെ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലത് ആ പാൽപ്പൊടി മിക്സ് ചെയ്യുന്ന സമയത്താണെങ്കിൽ മൊത്തത്തിൽ കണ്ടൻസ്ഡ് മിൽക്കിൽ മൊത്തത്തിൽ അങ്ങ് കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ പൊടി ഇങ്ങനെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയം എടുത്ത് കുഴക്കേണ്ടി വരും, മൊത്തത്തിൽ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ചപ്പാത്തി മാവൊക്കെ പോലെ കുറച്ചുകൂടെ നല്ല ലൂസ് പരുവത്തിലായിരിക്കും ഇത് ഉണ്ടാവുക. ഇതുപോലെ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊരു ഇത്തിരി നെയ്യ് പുരട്ടിയിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഈ ഒരു സ്വീറ്റ് നമ്മളിപ്പോൾ ബേക്കറികളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. നല്ല ചുവന്ന പേരയ്ക്ക മുറിച്ച് വെച്ചതുപോലെ അല്ലെങ്കിൽ തണ്ണിമത്തൻ മുറിച്ച് വെച്ചതുപോലെയൊക്കെ ഉണ്ടാവും. പക്ഷേ ബേക്കറിയിൽ ഉണ്ടാകുന്ന അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റ് അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം ആ ഒരു പാൽപ്പൊടി കണ്ടൻസ്ഡ് മിൽക്ക് കൂടി വരുമ്പോഴുള്ള ടേസ്റ്റ് എന്തോ അത്രയേ ഉള്ളൂ. ഭയങ്കര ഒരു ടേസ്റ്റ് എന്ന് പറയാനില്ല. ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തായാലും കളറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒന്നാമത് കളറ്, പിന്നെ മധുരം, പിന്നെ അത്രയ്ക്കൊരു പെർഫെക്റ്റ് ടേസ്റ്റ് അല്ല, എന്നാൽ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റും. അതായത് നമുക്ക് പല പ്രാവശ്യം കണ്ടിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവിനെ ഒരു 3 ഭാഗമാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ റെഡ് കളറാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അടുത്തതിൽ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ആ വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 കളറിലാണ് ഇപ്പോൾ 3 ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കളർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ 3 ഭാഗമാക്കി എടുത്തിട്ടുണ്ട് കളർ മിക്സ് ചെയ്തിട്ട്. ഇനി റെഡ് കളറിൽ കുഴച്ച് വെച്ചിട്ടുള്ള മാവിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർക്കുന്നുണ്ട്. എള്ള് ഒന്ന് വറുത്തിട്ട് ചേർക്കുകയാണെങ്കിൽ കഴിക്കാൻ രസമുണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നിന്നൊരു ഇത്തിരി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. വെള്ള കളറിലുള്ള എള്ള് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിലും അത് നിർബന്ധമൊന്നുമില്ല. കറുത്ത എള്ളാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. ഒരു 1/2 ടീസ്പൂൺ എള്ള് ചേർത്തിട്ട് അതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. വെള്ള എള്ള് കാണുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പേരക്കേൻ്റെ കുരുവൊക്കെ പോലെ ചെറിയൊരു ഫീലിങ്സ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയ്ക്ക് കൂടുതൽ കളർ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ഇത്ര അധികം കളർ ഉണ്ട് ഇതിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കറിയിലൊക്കെ കാണുമ്പോൾ വാങ്ങിക്കുന്നുണ്ട്. ആ ഒരു സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇനി 3 മാവും ഈ വലിപ്പത്തിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇതുപോലെ 3 കളറുള്ള മാവും ചെറിയ ചെറിയ ബോളാക്കി എടുത്ത് വെക്കുക. ഇനി കയ്യിൽ ഒരു ഇത്തിരി നെയ്യ് തടവി കൊടുക്കുക. ഇത് പരത്തിയെടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം വൈറ്റ് കളറുള്ള ബോൾ എടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറിയ പൂരിയൊക്കെ പരത്തുന്ന പോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കുറച്ച് വലുതാക്കി എടുക്കുക. ഇങ്ങനെ പരത്തി എടുത്തിട്ടുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു റെഡ് കളറുള്ള ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ കവർ ആവുന്ന രീതിയിൽ ആദ്യം തന്നെ. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം വൈറ്റ് കളറിലുള്ള മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയിട്ടുള്ള ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി ഗ്രീൻ കളറിലുള്ള മാവ് എടുത്തിട്ട് ഇതുപോലെ തന്നെ വലിയൊരു പൂരി പോലെ ഒന്നങ്ങ് പരത്തിയെടുക്കണം. ഈ ഗ്രീൻ കളറിലുള്ള പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉരുട്ടി വെച്ചിട്ടുള്ള വെള്ള മാവുണ്ടല്ലോ, റെഡും വെള്ളവും കൂടെ ഉരുട്ടി വെച്ചത്, അത് മൊത്തത്തിൽ കവർ ചെയ്യാൻ പാകത്തിനുള്ള വലിപ്പത്തിന് ഇത് ചെറുതായിട്ട് കുറച്ച് പരത്തിയെടുക്കുന്നതാണ് നല്ലത്. അതല്ല നമ്മൾ ചെറുതായിട്ട് പരത്തിയിട്ട് മൊത്തത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ പച്ച മാവിൻ്റെ ഉള്ളിലേക്ക് ആ വൈറ്റ് കളറുള്ള മാവ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് ഉരുട്ടി നല്ലൊരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം. ഇപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏറ്റവും ലാസ്റ്റ് വരുന്ന ആ ഒരു പച്ചമാവ് മൊത്തത്തിൽ നന്നായിട്ട് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല കേട്ടോ. ഞാൻ ചെയ്ത സമയത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയത് കൊണ്ട് തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഗ്രീൻ കളർ, വൈറ്റ് കളർ, റെഡ് കളർ കറക്റ്റ് അങ്ങ് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷൻ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബോൾ 4 പീസായിട്ട് മുറിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പാൽപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏകദേശം ഒരു പാൽമിഠായിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സ്വീറ്റ് റെസിപ്പിക്ക് ഉണ്ടാവുക. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്